ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കാസർഗോഡ്, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലകളുടെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 3-4 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ള് കവർ ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ രണ്ടും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. അതായത് നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരിയാണ്. കാരണം നിയമലംഘന പ്രസ്ഥാനം അഥവാ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1930-ലാണ്. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 1920-ലാണ്. അപ്പൊ ആ രണ്ട് പ്രസ്ഥാനങ്ങളും വ്യത്യസ്തമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെ നിയമലംഘന പ്രസ്ഥാനത്തിൽ ജനങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സോൾട്ട് ലോ അഥവാ ഉപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ എതിർത്തുകൊണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ രണ്ടും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും. എന്നാണ് സ്ഥാപിക്കുന്നത്? 1923 ജനുവരി 1-ാം തീയതിയാണ് ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്ലോറിയസ് റെവല്യൂഷൻ. അതായത് 1688-ലാണ് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റെവല്യൂഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ആയിട്ടാണ് ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. അതായത് ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജെയിംസ് രണ്ടാമൻ ആ സ്ഥാനം നഷ്ടപ്പെട്ട് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. അതിനുശേഷം ജെയിംസ് രണ്ടാമന് ശേഷം അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മേരിയും മേരിയുടെ ഭർത്താവായിട്ടുള്ള വില്യമും അധികാരത്തിൽ വന്നു. അപ്പൊ ഇതാണ് ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്ന കാര്യം. 1688-ലാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓരോന്നായിട്ട് വായിക്കാം. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അത് ശരിയാണ്. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അതും ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക, അതും ശരിയാണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യമല്ലാത്തത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മാന്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്ന് പറയുന്നതിൽ മാന്റിലാണ് കൂടുതലും സിലിക്കേറ്റ് ധാതുക്കൾ ഉള്ളത്. അതുപോലെ തന്നെ ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതും മാന്റിലാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, മാന്റിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്, കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. നെക്സ്റ്റ്, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? അതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത്. ഏത്? ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത് വോൾക്കാനിക് ഇറപ്ഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു ടേബിൾ ലൈക്ക് അറേഞ്ച്മെന്റ് ആണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കാൻ ട്രാപ്പ് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. കാലഘട്ടം ഓർമ്മയില്ലെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. അടുത്തത്, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അടുത്തത്, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൽമനൈറ്റ്. അപ്പൊ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ഈ ടൈറ്റാനിയത്തിന്റെയും അയണിന്റെയും ഒരു ഓക്സൈഡ് മിനറൽ ആണ്. അപ്പോൾ ടൈറ്റാനിയം അയൺ ഓക്സൈഡ് മിനറൽ ആണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു എന്ന് പറയുന്നത് അപ്പോൾ ഇൽമനൈറ്റ് ആണ്. നെക്സ്റ്റ്, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്, കർണാടക. കർണാടകയിലാണ് സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പൂർത്തിയായിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് PSCയുടെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമാണ്. അപ്പൊ ഇന്ത്യയിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 നെക്സ്റ്റ്, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2015. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 2015 ജനുവരി 1-ാം തീയതിയാണ് നീതി ആയോഗ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ നടക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? നോക്കാം. സാമ്പത്തിക വളർച്ച, ശരിയാണ്. സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, അത് ശരിയാണ്. ആധുനികവൽക്കരണം, അതും ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാ. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണ്, അഥവാ CSO ആണ് ഇന്ത്യയിലെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് CSO ആണ്. CSOയുടെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. അപ്പൊ ഇതില് ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുന്ന NSSOയുടെ ഫുൾ ഫോമും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നാണ് NSSOയുടെ പൂർണ്ണരൂപം. അപ്പൊ ഇവിടുത്തെ ആൻസർ GDP കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണ്, CSO. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിജിറ്റൽ ഇന്ത്യ. കേട്ടിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും എല്ലാവരും. ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അടിസ്ഥാന വികസനം ഡിജിറ്റൽ മേഖലയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്. അപ്പൊ നമുക്ക് ഈ നീതി ആയോഗ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അതായത് ആരാണോ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, അദ്ദേഹം ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ. അപ്പോൾ നിലവില് നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്. നെക്സ്റ്റ്, വൈസ് ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്. നെക്സ്റ്റ്, നീതി ആയോഗിന് CEO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ കൂടി ഉണ്ട്. CEO ഇപ്പോൾ വരുന്നത് BVR സുബ്രഹ്മണ്യമാണ്. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ് നരേന്ദ്രമോദി. വൈസ് ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ് സുമൻ ബെറി. CEO ഓഫ് നീതി ആയോഗ് BVR സുബ്രഹ്മണ്യം. നെക്സ്റ്റ്, ഭരണഘടനയുടെ 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് ഓരോന്നായി നോക്കാം. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു, ശരിയാണ്.
സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. തെറ്റാണ്. ഈ പദങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഭരണഘടന കൊണ്ടുവന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. സമത്വം, സാഹോദര്യം. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. അതായത് 42ാമത് ഭരണഘടനാ ഭേദഗതിയിൽ പ്രധാനമായും 3 പദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ഒന്ന് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന 2 പദങ്ങൾ, പിന്നെ അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദം കൂടി 42ാം ഭേദഗതിയിൽ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായതെന്ന് ചോദിക്കുന്നത് കൊണ്ട് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. സോഷ്യലിസ്റ്റ്, സെക്യുലറും അഖണ്ഡതയുമാണ് കൂട്ടിച്ചേർത്തത്. ഓപ്ഷൻ ബി. സമത്വ, സാഹോദര്യം ഓൾറെഡി നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ടേംസ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, അക്കാമ ചെറിയാൻ. ബാക്കി എല്ലാവരും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. ആരൊക്കെ? രാജകുമാരി അമൃത് കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുക റായ്. ഇവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗം ആയിരുന്നു. അംഗമല്ലാത്തത് അക്കാമ ചെറിയാനാണ്. നെക്സ്റ്റ്, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? അതായത് ഇന്ത്യൻ ഫെഡറലിസം കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ അധികാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ ഫെഡറലിസം എന്ന ആ ഒരു ഫീച്ചർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാനഡ. കാനഡയിൽ നിന്നാണ് ആ ഒരു ആശയം കൊണ്ടുവന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കഴിഞ്ഞ LDC എക്സാമിന് ഇതേപോലെ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ശരി ഏത് തെറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പൊ നോക്കാം നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, രാജ്യസഭയിലെ എല്ലാ MP-മാർക്കും വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ലോകസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം നൽകുന്നു. അത് ശരിയാണ്. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം നൽകുന്നു. അതായത് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭ, രാജ്യസഭയും അങ്ങനെയുള്ള 2 സഭകൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ MP-മാർക്കും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള മുഴുവൻ MP-മാർക്കും ഇന്ത്യൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ ഭാഗമായിട്ടുള്ള ഇലക്ടറൽ കോളേജിൽ ഉണ്ടാവും. അതായത് ഒരു ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ഇലക്ടറൽ കോളേജിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളായിട്ടുള്ള ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ MP-മാർക്കും വോട്ടവകാശമുണ്ട്. അതായത് മുഴുവൻ MP-മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരും ഉണ്ടാവും, അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP-മാരും ഉണ്ട്. അപ്പൊ ഇവർക്ക് 2 പേർക്കും, ലോകസഭയും രാജ്യസഭയിലുള്ള ഇങ്ങനെയുള്ള 2 കാറ്റഗറി ഓഫ് MP-മാർക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, 2ഉം 3ഉം ശരിയാണ്. പിന്നെ നിങ്ങളിപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. വൈസ് പ്രസിഡന്റ് ഇലക്ടറൽ കോളേജ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ നിന്ന് ഇനി പറയുന്ന 2 കാര്യങ്ങളിൽ വ്യത്യസ്തമാണ്. എന്തൊക്കെയാന്ന് നോക്കാം. പാർലമെന്റ് തിരഞ്ഞെടുക്കുന്നതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് വൈസ് പ്രസിഡന്റിന്റെ കേസിൽ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഉൾപ്പെടുന്നു. എല്ലാവരും ഉണ്ട്, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ. പക്ഷെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അഥവാ ഇലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമാണ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമായിരിക്കും പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അത് ആദ്യത്തെ വ്യത്യാസം. ഇനി സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ വരുന്നില്ല. ആകെ പാർലമെന്റിലെ 2 ഹൗസിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ സംസ്ഥാന സഭകളിലെ അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമല്ല. പക്ഷേ പ്രസിഡന്റിന്റെ കാര്യത്തിൽ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് ഇലക്ഷനിൽ ഇവരും കൂടി ഭാഗമാണ്. ആ ഒരു ഇലക്ടറൽ കോളേജിൽ ഇവരും കൂടി ഭാഗമാണ്. ആര്? സംസ്ഥാന നിയമസഭകളിലെ
ക്കപ്പെട്ട അംഗങ്ങൾ കൂടി പ്രസിഡന്റ് ഇലക്ഷന്റെ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമാണ്. അപ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ പാർലമെന്റിലെ 2 ഹൗസ് ആയിട്ടുള്ള ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ ഉണ്ടാവുന്നത് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പ്രസിഡന്റ് ഇലക്ഷന്റെ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവും. ഇനി വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിലാണെങ്കിൽ ആകെ പാർലമെന്റിലെ അംഗങ്ങൾ മാത്രം. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സഭകൾ ചേർന്ന? ലോകസഭയും രാജ്യസഭയും. അപ്പൊ ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള എല്ലാ അംഗങ്ങളും വൈസ് പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. ഓക്കെ, ഇത് മാറ്റി മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. കഴിഞ്ഞ എക്സാമിനും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അധികാരം വിഭജിച്ച് 3 ലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടാത്തത് ഈ പറയുന്നതിൽ ഏതാണ്? കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, വ്യാപാരം വാണിജ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. വനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. 2 പ്രാവശ്യമാണ് ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഭരിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആവാനായിട്ട് പറ്റില്ല. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. പോർച്ചുഗലിൽ നിന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.